ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഹൈമൂസ് വേൾഡ്. ഇന്ന് നമ്മളൊരു ട്രിപ്പ് പോകണം കേട്ടോ. ട്രിപ്പെന്ന് വെച്ചാൽ ഒരു ഫാമിലി ട്രിപ്പാണ്. ജസ്റ്റ് നമ്മുടെ ഫാമിലിയിൽ ഒരു പുതിയ മെമ്പർ വന്നിട്ടുണ്ട്, കുഞ്ഞു വാവ വന്നിട്ടുണ്ട്. അപ്പോൾ കുഞ്ഞു വാവയെ കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഒന്നല്ല, 2 പേരുണ്ട്. ഒരാൾ വന്നിട്ട് കുറച്ച് ദിവസങ്ങളേ ആയിട്ടുള്ളൂ, ഒരാൾ വന്നിട്ട് 6 മാസമായി. അപ്പോൾ 2 പേരെയും കൂടി കാണാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഞാൻ ഇന്ന് പോകുന്നത് എൻ്റെ അച്ഛൻ്റെ വീട്ടിലാണ് കേട്ടോ. വെഞ്ഞാറമൂടാണ് നമ്മുടെ സുരാജേട്ടൻ്റെ സ്ഥലം. അപ്പോൾ നല്ല സൂപ്പർ സ്ഥലമാണ് കേട്ടോ. നമ്മുടെ ഈ ഒരു സ്ഥലം പോലെയല്ല, മൊത്തത്തിലൊരു ഗ്രാമീണ അന്തരീക്ഷമാണ്. അപ്പോൾ നമുക്ക് അവിടെ ചെന്നിട്ട് അവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണാം. അപ്പോൾ നമുക്ക് പോകാം. എല്ലാം റെഡി ആയിട്ടുണ്ട്. അമ്മയുണ്ട്, അച്ഛനുണ്ട്, അനിയനുണ്ട്, നമ്മുടെ അമ്മക്കുട്ടിയുണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പോൾ നമുക്ക് പോകാം. അവിടെ പോയിട്ട് ബാക്കി വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് കാണാം. അപ്പോൾ നമ്മൾ രാവിലെ ഒരു 8 മണിയൊക്കെ ആകുമ്പോൾ ഇറങ്ങണമെന്നൊക്കെ പ്ലാൻ ചെയ്തതാണ്. പക്ഷെ നടന്നില്ല കേട്ടോ. എല്ലാവരും റെഡിയായി ഒക്കെ വന്നപ്പോഴേക്കും ലേറ്റായി. 10 മണിയായി വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ. അപ്പോൾ എന്തായാലും നമ്മുടെ അമ്മക്കുട്ടി നല്ല ത്രില്ലാണ്. അപ്പോൾ നമുക്ക് കുറച്ച് ഷോപ്പിംഗ് ഉണ്ട്. നമ്മുടെ 2 കുട്ടിക്കുറുമ്പുകൾക്ക് ഡ്രസ്സ് എടുക്കണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ വെഞ്ഞാറമൂട് ജംഗ്ഷനിൽ തന്നെയുള്ള അൽഫ തുണിക്കടയിലാണ് കേട്ടോ കയറിയത്. അവിടെ നല്ല കളക്ഷനാണ്, പുറമേ കാണുമ്പോഴല്ല, അകത്ത് നല്ല കളക്ഷൻസാണ്. അപ്പോൾ അവിടെ കയറി നമ്മൾ കുറേ ഡ്രസ്സുകൾ നോക്കി. കുട്ടി ഉടുപ്പുകളല്ലേ കണ്ട് നമുക്ക് എല്ലാം എടുക്കണമെന്ന് തോന്നിപ്പോവും. പക്ഷേ ക്യാഷിൻ്റെ ഇത് കാരണം നമ്മൾ അത്രയൊന്നും എടുത്തില്ല. 2 പേർക്കും ഒരു 2-3 ജോഡി ഡ്രസ്സൊക്കെ എടുത്തു. അപ്പോൾ അതേ നമ്മുടെ അനിയത്തി ബില്ലും കാര്യങ്ങളൊക്കെ റെഡിയാക്കി സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. അപ്പോൾ നമ്മൾ വീണ്ടും യാത്ര തുടരാനായിട്ട് പോവുകയാണ്. അവർ പാർക്കിംഗ് ഏരിയയിൽ വെയിറ്റ് ചെയ്യുവാണ്. അപ്പോൾ നമുക്ക് യാത്ര കണ്ടിന്യൂ ചെയ്യാം. ഇടയ്ക്ക് നമ്മളൊന്ന് പെട്രോൾ അടിക്കാനായിട്ടൊന്ന് കയറി. അപ്പോൾ അവിടെ നിന്നും പെട്രോൾ അടിച്ചിട്ട് പെട്ടെന്ന് ഇറങ്ങി. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ വീടിൻ്റെ ഏരിയ എത്താറായി കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ വെഞ്ഞാറമൂടിൽ നിന്നും ഈ ഒരു അകത്തേക്കുള്ളൊരു റോഡാണ്. ഇനി ഇവിടെ നിന്ന് നമുക്ക് അധികം തിരക്കും കാര്യങ്ങളും ഒന്നുമില്ല. മൊത്തം മരങ്ങളും തിരക്കൊഴിഞ്ഞ നല്ല തണലായിട്ടുള്ള ഏരിയ ഒക്കെയാണ് കേട്ടോ. മൊത്തം റബ്ബറാണ്, നിങ്ങൾ കണ്ടല്ലോ. ഇനി നമ്മൾ മുമ്പോട്ട് പോകുന്ന ഫുള്ളും ഒരു റബ്ബറിൻ്റെ ഏരിയയാണ്. ഈ ഒരു ഏരിയ കണ്ടോ, നല്ല ഉള്ളിലോട്ട് നമ്മൾ വീട് എത്താറായി കേട്ടോ. അപ്പോൾ അകത്തോട്ട് പോകുന്തോറും ഇതുപോലെ തിരക്കൊഴിഞ്ഞ ആളൊന്നും ഇല്ലാത്ത സ്ഥലമാണ്. ഇതിൻ്റെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഒരു വീടൊക്കെ കണ്ടാലായി, അത്രയേ ഉള്ളൂ. അധികം വീടുകളൊന്നും നമുക്ക് കാണത്തില്ല. ഇപ്പോൾ തന്നെ കണ്ടില്ല ഇട സൈഡിലെ വീട്. അപ്പോൾ അത് കഴിഞ്ഞ് കുറച്ചുകൂടെ കഴിയുമ്പോൾ ഒരു വീടുണ്ട്. പിന്നെ അടുത്തോട്ടൊന്നും വീടുകളില്ല. പിന്നെ അങ്ങോട്ട് വീടിൻ്റെ അടുത്ത് എത്താറായി. ഈ കാണുന്നതാണ് നമ്മുടെ വീട്. വല്യച്ഛൻ്റെ വീടാണ്, അച്ഛൻ്റെ ചേട്ടൻ്റെ വീടാണ്. നമ്മളെ കണ്ടുകൊണ്ട് വല്യച്ഛൻ ഇങ്ങ് മുകളിൽ റോഡിൽ കയറി വന്നു. നമ്മുടെ അമ്മക്കുട്ടിയെ കണ്ടപടി എടുത്തുകൊണ്ട് പോവുകയാണ്. അവൾക്ക് വല്യച്ഛനെ ഭയങ്കര ഇഷ്ടമാണ്. കാരണം അച്ഛനും വല്യച്ഛനും ഏകദേശം ഫേസ് കട്ട് സെയിമാണ് കേട്ടോ. അപ്പോൾ ആദ്യം അവൾ കുഞ്ഞായിരിക്കുന്ന സമയത്ത് അവൾക്ക് അച്ഛനും വല്യച്ഛനും മാറിപ്പോവുമായിരുന്നു. അച്ഛൻ്റെ അടുത്തുള്ള അടുപ്പം വെച്ചിട്ട് വല്യച്ഛൻ്റെ അടുത്തും നല്ല അടുപ്പമാണ്. കാരണം ഫേസ് കട്ട് സെയിം ആയതുകൊണ്ട് അവൾക്ക് ആ ഒരു പ്രായത്തിൽ അറിയത്തില്ലായിരുന്നു, 2 പേരെയും തിരിച്ചറിയാൻ പറ്റത്തില്ലായിരുന്നു. അങ്ങനെ നമ്മളവിടെ ചെന്നു. അമ്മക്കുട്ടി കൈയും കാര്യങ്ങളൊക്കെ കഴുകി. ഞങ്ങളും ഹാൻഡ് വാഷൊക്കെ ഇട്ട് കൈയൊക്കെ കഴുകി കേട്ടോ, കാരണം കുഞ്ഞുള്ളതല്ലേ. അപ്പോൾ ഞങ്ങളവിടെ ചെന്നപ്പോൾ ഞങ്ങളുടെ കസിൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്നും ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. സൺഡേ ആയിരുന്നു ഞങ്ങൾ പോയത്. അപ്പോൾ എല്ലാവരും കുറേ പേരുണ്ടായിരുന്നു കുട്ടിയെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും ഞങ്ങൾ ചെന്നു. കുട്ടി ഇതാണ് നമ്മുടെ, ഞാൻ ആദ്യം പറഞ്ഞില്ല, ഒരു കുറച്ച് ദിവസങ്ങളേ ആയിട്ടുള്ളൂ, 12 ദിവസമേ ആയിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കൂടുതൽ മോളുടെ ഫേസൊന്നും ഫോക്കസ് ചെയ്തിട്ടില്ല. പിന്നെ കുറച്ച് സമയം അവിടെ ഇരുന്ന് വാവയൊക്കെ ഒന്ന് കളിപ്പിച്ച ശേഷം ഞങ്ങളൊന്ന് നമ്മൾ അമ്മക്കുട്ടിയെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി. നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കണമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അമ്മൂസ് നമ്മുടെ നാട് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി ഇറങ്ങി വരുന്ന വരവാണ്. കണ്ടോ, നമ്മുടെ മൂത്തേമ്മയുടെ വീട് അതാണ് കേട്ടോ. അതാണ് അനിയെന്തോ അതുവഴിയൊക്കെ കണ്ടം വഴിയൊക്കെ ഇറങ്ങി വരുന്നുണ്ട്. വഴി കണ്ടുപിടിച്ച് വരുവാണ്. ഈ മലയുടെ മുകളിലാണ് എൻ്റെ അച്ഛൻ്റെ കുടുംബ വീട്. സൂപ്പറാണ്, കണ്ടില്ലേ. ഇവിടെ ഇപ്പോൾ വെള്ളമൊക്കെ കുറഞ്ഞു പോയി. തോടും വെള്ളവും കണ്ടപ്പോൾ അമ്മൂസിൻ്റെ ഓട്ടം കണ്ടോ. അമ്മൂസ് ഇപ്പോൾ ഇവിടെ കിടന്നനെ. ഇങ്ങനെയുള്ള കാഴ്ചകളൊന്നും നമ്മുടെ നാട്ടിൽ കാണാനില്ല. മീൻസ് നമ്മളിപ്പോൾ താമസിക്കുന്ന സ്ഥലത്തൊന്നും കാണാനില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ അമ്മക്കുട്ടിക്കും, നമ്മുടെ വെള്ളമെന്ന് പറഞ്ഞാൽ നമ്മുടെ അമ്മക്കുട്ടിക്ക് ഭയങ്കര പേടിയാണ്. കടലിലൊക്കെ ബീച്ചിലൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞാൽ കരഞ്ഞ് വിളിച്ച് നമ്മൾ അച്ചാച്ചൻ്റെ തോളത്ത് കയറിയിരിക്കും. അതാണ് സ്ഥിരം നടക്കാറ്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു വെള്ളമൊക്കെ കണ്ടപ്പോൾ അവൾക്കൊരു വെപ്രാളവും വിരളിയൊക്കെ ആയിരുന്നു. കുറച്ച് വെള്ളമേ ഉള്ളെങ്കിലും ചില സ്ഥലങ്ങളിൽ കുറച്ച് കുഴിയൊക്കെ കൂടുതലാണ്. നമുക്ക് നിൽക്കാൻ പറ്റും. നമ്മൾ നിൽക്കുമ്പോൾ തന്നെ നമ്മുടെ മുട്ടിൻ്റെ താഴ്ഭാഗം വരെ വെള്ളം ഉണ്ടാവും. അപ്പോൾ ആ ഒരു സ്ഥലത്ത് അമ്മക്കുട്ടി നിന്നാൽ അറിയാമല്ലോ. അപ്പോൾ വെള്ളം കണ്ടപ്പോൾ അവൾ ഉടുപ്പൊക്കെ അങ്ങ് ഊരി മാറ്റി കേട്ടോ. നമ്മളിവിടെ കുളിക്കുന്ന സ്ഥലമാണ്. ഞങ്ങളൊക്കെ പണ്ട് ഇവിടെ വെക്കേഷനൊക്കെ വരുന്ന സമയത്ത് ഇവിടെ വന്നൊക്കെയാണ് കുളിച്ചുകൊണ്ടിരുന്നത്, കുഞ്ഞായിരിക്കുന്ന സമയത്ത്.
ഇപ്പോഴാണ് ഇവിടെയുള്ള ഞങ്ങൾ കുളിയൊന്നും ഇല്ലെങ്കിൽ നാട്ടുകാർ കുളിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും അമ്മക്കുട്ടി രണ്ടും കളിപ്പിച്ച് ഡ്രസ്സൊക്കെ ഊരി മാറ്റി വെള്ളത്തിലൊക്കെ കളിച്ച് ആറുമാതിച്ച് എന്നാൽ വലിയ പേടി ഇടയ്ക്കിടയ്ക്ക് കരച്ചിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ അമ്മക്കുട്ടി വെള്ളത്തിലൊക്കെ കളിച്ചതേ ഉടുപ്പൊക്കെ ഇട്ട് തിരിച്ച് വരുന്നുണ്ട്. നമുക്കിത് ഇതിൻ്റെ മുകളിൽ അച്ഛമ്മ കൂട്ടി പോകണമെന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ നമുക്ക് ഇവിടെ നടന്ന് പോവാം കേട്ടോ. പക്ഷേ എനിക്ക് കുറച്ച് നടക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് മാത്രം നമ്മൾ നടന്ന് പോകുന്നില്ല, വണ്ടിയിൽ പോകാനായിട്ട് തീരുമാനിച്ചേക്കുവാണ്. അല്ലായിരുന്നെങ്കിൽ ജസ്റ്റ് ഇവിടെ നടന്ന് കയറാനുള്ള ദൂരമേ ഉള്ളൂ. ഇതിപ്പോൾ നമ്മൾ ഇതിൻ്റെ മുകളിൽ പോകണമെങ്കിൽ റോഡ് മാർഗം ചുറ്റി വളഞ്ഞ് പോകണം. ഈ ചെടി ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? കണ്ടോ? ഇത് നമ്മുടെ കപ്പലണ്ടി ഇല്ലേ, നമ്മൾ തിന്നുന്ന കപ്പലണ്ടി, അതിൻ്റെ ചെടിയാണ് കേട്ടോ ഇത്. കപ്പലണ്ടിയുടെ പൂവ് കണ്ടിട്ടില്ലാത്തവർ കണ്ടോളൂ. ഇതാണ് കപ്പലണ്ടിയുടെ പൂവ്. കണ്ടില്ലേ? ഇത് ഇവിടെയൊക്കെ നട്ടിട്ടിട്ടുണ്ട്. കണ്ടോ? ഇതെല്ലാം കപ്പലണ്ടിയാണ്. ഇവിടെയൊക്കെ ഫുള്ള് കൃഷിയാണ് കേട്ടോ. അവർ കൂടുതലും കൃഷിയാണ് ഫോക്കസ് ചെയ്യുന്നത്. ഇഷ്ടംപോലെ ഉണ്ട്. കുരുമുളക്, പിന്നെ മെയിൻ റബ്ബറാണ്. കണ്ടപ്പോൾ തന്നെ മനസ്സിലാക്കണമല്ലോ, മല ഏരിയയാണ്, റബ്ബറാണ്. അത് എൻ്റെ വേറൊരു അപ്പച്ചിയുടെ വീടാണ്. മൊത്തം ബന്ധുക്കളാണ്, പക്ഷേ പുരയിടത്തിൻ്റെ അങ്ങും ഇങ്ങൊക്കെയാണ് വീടെന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ചോറൊക്കെ ഉണ്ടിട്ട് അവിടെ നിന്ന് വന്ന ശേഷം ഉടനെ ചോറൊക്കെ ഉണ്ട് കഴിഞ്ഞിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ ഇറങ്ങി കേട്ടോ. കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, 1-2 സ്ഥലത്ത് കൂടി നമുക്കൊന്ന് കയറാനുണ്ട്. അപ്പോൾ ഇനി അങ്ങോട്ട് നേരെ അച്ഛൻ്റെ കുടുംബ വീട്ടിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമുക്കിനി അവിടെ ചെന്നിട്ട് കാണാം. പിന്നെ ദേ നമ്മൾ പോകുന്ന വഴിക്കുള്ള ഒരു കൃഷിയാണ്, വേറൊരു കൃഷി കേട്ടോ, വെറ്റക്കൊടി. നമ്മുടെ വെറ്റയില്ലേ, വെറ്റ കഴിക്കുന്ന അതിൻ്റെ കൃഷിയാണ് കേട്ടോ. അത് ഇവിടെ ധാരാളം ഉണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ അടുത്ത് അച്ചാമ്മ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ അതേ നമ്മൾ അച്ചാമ്മ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇവിടെ ഫുള്ള് റബ്ബറായിരുന്നു കേട്ടോ, ഫുള്ള് റബ്ബറായിരുന്നു. ഇപ്പോൾ വെട്ടി കുറച്ച് ദിവസങ്ങളായിട്ടുള്ളൂ. ഫുള്ള് തെങ്ങ് വെച്ചു, റബ്ബറിന് പകരം തെങ്ങ് വെച്ചു. ഭയങ്കര വെയിൽ അതുകൊണ്ട്. അപ്പോൾ നമ്മളെന്തായാലും അവിടെ എത്തിയിട്ട് കുഞ്ഞുവാവിയൊക്കെ കണ്ടു. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുഞ്ഞായതുകൊണ്ട് 4 മാസമേ ആയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞപ്പോൾ 6 മാസമായി തെറ്റിപ്പോയതാണ്. 4 മാസമേ ആയിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് കുഞ്ഞിൻ്റെ വീഡിയോയും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ ഞാനും എൻ്റെ കൊച്ചച്ഛൻ്റെ മോളും കൂടി അവിടേക്കൊന്ന് നടന്ന് കാണാൻ പോവുകയാണ്. ഞാൻ പറഞ്ഞില്ലേ, കുറേ വർഷങ്ങളായി ഇങ്ങോട്ട് വന്നിട്ട്. അപ്പോൾ അവൻ എന്നെ കണ്ടിട്ട് കുരയ്ക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് അവൾ എന്നെ വിളിച്ചുകൊണ്ട് പോയിട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരുവാണ്. കോഴിക്കൃഷിയും അപ്പച്ചിയുടെ കോഴിക്കൃഷിയാണ്, പക്ഷെ നോക്കുന്നത് കൊച്ചച്ഛൻ്റെ മോളാണ്. അപ്പോൾ അതൊക്കെ വിളിച്ചുകൊണ്ട് പോയിട്ട് എന്നെ നടന്ന് അവിടെ കാണിച്ച് തരുവാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവിടെ വേറൊരു സംഭവമുണ്ട്, പോത്ത് വളർത്ത്. കണ്ടില്ലേ, അപ്പച്ചിയുടെ മോൻ്റെ പരിപാടിയാണിത്. 3 പോത്തുണ്ട്. നിങ്ങൾക്കും ഇതുപോലെ ബിസിനസ്സൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ പോത്തിനെയൊക്കെ വാങ്ങിച്ചിട്ട് ഇതുപോലെ ചെറിയൊരു കുളം കെട്ടാം. അതിന് പഞ്ചായത്തിൽ നിന്നൊക്കെ എന്തൊക്കെയോ പൈസയൊക്കെ അനുവദിക്കുന്നുണ്ടെന്നാണ് പറഞ്ഞു കേട്ടോ. കാരണം ഇപ്പോൾ ഈ പോത്തുകൾ എപ്പോഴും വെള്ളത്തിലാണല്ലോ കിടക്കുന്നത്. അപ്പോൾ അങ്ങനെ സൗകര്യം, വെള്ളത്തിൽ കിടക്കാനുള്ള സൗകര്യം ഇല്ലാത്ത സ്ഥലമാണെങ്കിൽ ഇതുപോലെ കുളം കെട്ടി വെള്ളം നിറച്ചിട്ട് നമുക്ക് അതിനകത്ത് പോത്തുകളെയൊക്കെ വളർത്താം. പിന്നെ ഉള്ളത് ഇതൊരു കുളമാണ് കേട്ടോ, സൂക്ഷിച്ച് നോക്കിയാൽ മനസ്സിലാവും. കുഞ്ഞൊരു കുളമാണ്, പക്ഷേ നല്ല ആഴമാണ്. നമ്മുടെ ഇവിടെയൊക്കെ കിണർ കുഴിച്ചത് കുറേ വർഷങ്ങളൊന്നും ആയിട്ടില്ല. പണ്ടൊക്കെ ഈ ഒരു കുളത്തിൽ നിന്നാണ്, കുടിക്കാനല്ല അല്ലാണ്ടുള്ള കാര്യങ്ങൾക്കൊക്കെ വെള്ളം എടുത്തുകൊണ്ടിരുന്നത് ഈ ഒരു കുളത്തിൽ നിന്നാണ് കേട്ടോ. ഇതിനെ പറയുന്നത് വാലൻകുളം എന്നാണ്. അങ്ങനെ പറയാൻ കാരണം പണ്ടൊക്കെ ഇവിടെ ഇഷ്ടം പോലെ വെറ്റക്കൊടികളുണ്ടായിരുന്നു. നമ്മൾ നേരത്തെ കണ്ടില്ലേ വെറ്റ, അപ്പോൾ അതിൻ്റെ കൊടികളുണ്ടായിരുന്നു. അപ്പോൾ അതിന് വെള്ളം ഒഴിക്കാൻ വേണ്ടിയിട്ട് അവരവരുടെ പെരയിടത്തിൽ ഇതുപോലെ കുഴി കുത്തും. അപ്പോൾ അതിനെയാണ് വാലൻകുളം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ കെട്ടിയതാണ്. അപ്പോൾ അതൊക്കെ കണ്ടു. പിന്നെ തിരിച്ചു വന്നിട്ട് ഇവിടെ ഒരു വലിയ കൊക്കോമരം ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ കുറേ കൊക്കൊക്കെ പഴുത്ത് നിൽക്കുന്നു, കുഞ്ഞതും വലുതും ഒക്കെ ആയിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു 2 കയ്യെത്തുന്നത് 2 ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ 2 പറിച്ച് വീട്ടിൽ കൊണ്ടുപോയി വന്ന് വിചാരിച്ചു, വീട്ടിൽ പോയിട്ട് കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ 2 എൻ്റെ കയ്യിൽ കിട്ടുന്നുണ്ടായിരുന്നു. പിന്നെ അവൾ തന്നെ ഇറുത്ത് തന്നു, നമ്മുടെ പാറക്കുട്ടി. അപ്പോൾ അവൾ തന്നെ എനിക്കത് 2 അതിൽ നിന്ന് ഇറുത്ത് തന്നു. കാരണം ഞാൻ അതിൽ കിടന്ന് പിടിച്ചാലൊന്നും നമുക്ക് ആ ഒരു എക്സ്പീരിയൻസ് ഇല്ലല്ലോ, തിരുമ്മി എടുക്കാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് അവൾ പറഞ്ഞു അവൾ തന്നെ ഇറുത്ത് തരാമെന്നൊക്കെ പറഞ്ഞിട്ട് അവൾ തന്നെ ഭയങ്കര പുളിയറും പാട്ടോ അല്ലേ, അവളെ കുറേ കുത്തി. എന്നാലും പാവം അവൾ എനിക്ക് 2 ഇറുത്ത് തന്നു. ദേ 2 കണ്ടോ. വീട്ടിൽ പോയിട്ട് നമുക്കിത് കഴിക്കണം. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് സമയം കൂടെ അവിടെ ഇരുന്നിട്ട് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ ഇനി തിരിച്ച് വീട്ടിലേക്ക് പോകണം. ഇപ്പോൾ തന്നെ മണി 3-3:30 ആയി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മൾ പിന്നെ ചായ ഒന്നും കുടിക്കാനൊന്നും നിന്നില്ല.
വീട്ടിലെത്തണമല്ലോ തിരിച്ച് പിന്നെയും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നേരത്തെ അവിടെ നിന്ന് ഇറങ്ങി. എല്ലാവരും ക്ഷീണിച്ചു കേട്ടോ, കാരണം കുറേ നാളുകൾക്ക് ശേഷമല്ലേ നമ്മളിങ്ങനൊരു യാത്ര തന്നെ നടത്തുന്നത്. കാരണം കൊറോണ എല്ലാവരും വീട്ടിലിരുത്തിയല്ലോ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മളും എങ്ങും പോക്കും വരവും ഒന്നും ഇല്ലായിരുന്നു. അപ്പോഴേക്കും നമ്മുടെ അമ്മുക്കുട്ടി ഒരു ഉറക്കത്തിലായി കേട്ടോ. അങ്ങോട്ട് പോയപ്പോൾ വലിയ ഉന്മേഷവും കാര്യങ്ങളൊക്കെ ആയിരുന്നു, നിന്നൊക്കെ വന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ കിടത്തമായി ഉറക്കമായി. അത് കഴിഞ്ഞ് നമ്മൾ വരുന്ന വഴിയിൽ ഇങ്ങനെ റോഡ് സൈഡിൽ ചോളം ഉണ്ടല്ലോ. ചോളം ഒത്തിരി ഇഷ്ടമുണ്ട്, ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. അമ്മയ്ക്കും അച്ഛനും കുട്ടിക്കും വലുതിനും ഒക്കെ ഇഷ്ടമാണ്. അങ്ങനെ റോഡരിയിൽ ഇങ്ങനെ ചോളമൊക്കെ കണ്ടപ്പോൾ ഒന്ന് വണ്ടി നിർത്തി ചോളം വാങ്ങിച്ചു. നമ്മുടെ നെല്ലിക്ക, ഈ നെല്ലിക്ക നിങ്ങളുടെ അവിടെ എന്താ പറയുന്നത് എനിക്കറിയത്തില്ല. ഞങ്ങളിതിനെ കാട്ടു നെല്ലിക്ക എന്നാണ് പറയുന്നത്. വലിയ നെല്ലിക്ക ഉണ്ടല്ലോ, നമ്മുടെ വൈറ്റമിൻ സി റിച്ച് ആണ്. ഇപ്പോൾ കൊറോണയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഈ ഒരു നെല്ലിക്ക കിട്ടുമെങ്കിൽ എല്ലാവരും വാങ്ങിച്ച് കഴിക്കണം കേട്ടോ. അപ്പോൾ ഞങ്ങളും കുറച്ച് നെല്ലിക്കയും വാങ്ങിച്ചു. 1 കിലോ നമ്മുടെ കോൺ വാങ്ങിച്ചു. ഇത് സ്വീറ്റ് കോൺ ആയിരുന്നു കേട്ടോ, നമുക്ക് വേവിക്കാതെയും കഴിക്കാൻ പറ്റും. എന്നാൽ ഞങ്ങൾ വീട്ടിൽ കൊണ്ടുപോയിട്ട് പുഴുങ്ങി അതിൽ കുറച്ച് ഉപ്പും മുളക് പൊടിയും ഒക്കെ തേച്ച് കഴിക്കാനാണ് പ്ലാൻ. അപ്പോൾ എന്തായാലും അതൊക്കെ വാങ്ങിച്ച് വീണ്ടും നമ്മൾ യാത്ര തുടരുവാണ്. അപ്പോൾ ഇനി നമുക്ക് വീട്ടിലെത്തിയിട്ട് കാണാം കേട്ടോ. മിക്കവാറും ഞാൻ ഉറങ്ങി വീഴും, കാരണം എനിക്ക് നല്ല ഉറക്കക്ഷീണമുണ്ട്. അപ്പോൾ നമുക്കിനി വീട്ടിലെത്തിയിട്ട് കാണാം. അപ്പോൾ ഇതേ നമ്മൾ കറക്കമൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്ന് കയറി ഞങ്ങൾ കുളിയൊക്കെ പാസ്സാക്കി ഒരു ചായയൊക്കെ കുടിച്ചു. അപ്പോൾ വന്ന് കയറിയ സമയത്ത് ഒരു ചെറിയ ഉറക്കച്ചടവായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ആ ഒരു എൻഡിങ് ടൈം, യാത്രയുടെ എൻഡിങ് ടൈം നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റാണ്ടിരുന്നത്. അപ്പോൾ എന്തായാലും വീട്ടിൽ വന്ന് കയറി. നിങ്ങൾക്ക് ഞങ്ങളുടെ സ്ഥലമൊക്കെ ഇഷ്ടമായെന്ന് കരുതുന്നു. എൻ്റെ ഒത്തിരി ഇഷ്ടമുള്ളൊരു ഫേവറേറ്റ് പ്ലേസ് ആണ് കേട്ടോ വെഞ്ഞാറമൂട്ടിലെ ഞങ്ങളുടെ ആ ഒരു ഏരിയ എന്ന് പറയുന്നത്. നല്ല ഉള്ളിലോട്ടുള്ള സ്ഥലമൊക്കെ കണ്ട് തന്നെ നാടനാണ്. കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. അപ്പോൾ എന്തായാലും നിങ്ങൾക്കും അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൻപുറം ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. വീഡിയോ പറ്റിയുള്ള അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കരുത്. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ ചാനലിലെ വീഡിയോസൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. റൈറ്റ് സൈഡിലുള്ള റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്താൽ മതി. അതോടൊപ്പമുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന ഉടൻ തന്നെ നിങ്ങൾക്ക് അതിന്റെ നോട്ടിഫിക്കേഷൻ കൂടി കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലുള്ള നല്ല അടിപൊളി വീഡിയോസുമായിട്ട് ഉടൻ തന്നെ കാണാം. അതുവരെയും ദിസ് ഇസ് ഹൈമ. ബൈ ബൈ.